നമ്മൾ രാവിലെ തമേൽ മാർക്കറ്റിൽ നിന്ന് കുട്ടിഷോർ എന്ന് പറയുന്ന ബസ് സ്റ്റോപ്പിലോട്ടാണ് വന്നത്. തമേലിൽ നിന്ന് ഏകദേശം 6 കിലോമീറ്ററാണ് കുട്ടിഷോർ ബസ് സ്റ്റോപ്പ്. നമ്മൾ ഇവിടെ നിന്ന് സെല്ലേരിയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ബസ് 5 മണിക്കാണ്. നമ്മളിവിടെ ഒരു 4:40 ആയപ്പോൾ എത്തി. ബസ്സിൻ്റെ ആളിനെ വിളിച്ചിട്ടുണ്ട്. ഇവിടെ നല്ല തണുപ്പാണ്. കാഠ്മണ്ഡു എയർപോർട്ടിൻ്റെ അടുത്തായിട്ട് വരും ഈ സ്ഥലം, കുട്ടിഷൂർ എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ നിന്നാണ് മിക്ക സ്ഥലത്തേക്കും ബസ് സർവീസ് ഉള്ളത്. ഇതാണ് നമ്മളെ ബസ്. നേരം വെളുത്തു തുടങ്ങി. അപ്പോൾ ഇവിടെയും എല്ലായിടത്തും മിക്കയിടത്തുമൊക്കെ റോഡ് പണി നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് റോഡെല്ലാം ഇടിച്ച് സൈഡൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. നേരം വെളുത്തൊരു 7 മണിയൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. ബസ് വളരെ പതിയെയാണ് നമ്മളെ യാത്ര. ഇപ്പോൾ സല്ലേരി ലക്ഷ്യമാക്കിയിട്ടുള്ള യാത്രയാണ്. നമുക്ക് പോവേണ്ട റോഡ് അങ്ങ് ദൂരെ കാണാം. അവിടെ കൂടെ ഇങ്ങനെ വണ്ടികൾ ഇങ്ങനെ പോകുന്നുണ്ട് വരി വരിയായിട്ട്. അപ്പോൾ വളരെ വളവും തിരിവുകളുമുള്ള സ്ഥലമാണ്. അങ്ങ് മലയിൽ മണ്ണിടിഞ്ഞ് പോയ സ്ഥലങ്ങളൊക്കെ കാണാം. ഏതെങ്കിലും റോഡിൻ്റെ സൈഡായിരിക്കും മിക്കവാറും നമ്മൾ ആ വഴിയൊക്കെ യാത്ര ചെയ്യേണ്ടി വരും. അപ്പോൾ താഴെ എല്ലാം കൃഷി സ്ഥലങ്ങളാണ് കാണുന്നത്. ഇവിടെയൊക്കെ നല്ല കൃഷി ചെയ്തിരിക്കുന്നത് കാണാം. നല്ല പച്ചപ്പായിട്ട് കിടപ്പുണ്ട്. പാടങ്ങളൊക്കെ ഒരുക്കി അങ്ങ് ദൂരെ വരെ കാണാം കൃഷി ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സൈഡിൽ കൂടെ ഒരു അരുവി എന്തോ പോകുന്നുണ്ട്. നല്ല തട്ടായിട്ട് പഴയകാല വീട്, 2 നില വീടൊക്കെ അതാ കാണാം. വാഴ നിൽപ്പുണ്ട്. വയലാണെന്നാണ് തോന്നുന്നത്. മലയിലോട്ടുള്ള റോഡൊക്കെ ഉണ്ട്. നമ്മൾ സിറ്റിയിൽ നിന്ന് ഇങ്ങോട്ട് മാറി വന്നപ്പോൾ വാഴയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണാം. ചെറിയൊരു നദി ഇങ്ങനെ പോകുന്നുണ്ട്. അവിടെ നിന്നൊക്കെ മണലെടുത്ത് JCBക്ക് മണലെടുത്ത് എങ്ങോട്ടൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. നമ്മളങ്ങ് ദൂരെ കാണുന്നത് സുറുക്കോഷി നദിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ റോഡ് സുറുക്കോഷി നദിയുടെ അടുത്തുകൂടെയാണ് നമ്മളെ റോഡ്. വളരെ വിശാലമായൊരു നദിയാണ് സുറുക്കോഷി നദി. നേപ്പാളിൽ നിന്നും ചൈനയിൽ നിന്നുമാണ് ഇതിൻ്റെ ഉത്ഭവം. നമ്മളൊരു മല കയറി വരുമ്പോൾ നദി കാണാൻ വളരെ ഭംഗിയാണ്. നമ്മൾ വന്ന റോഡ് ഇങ്ങനെ താഴെ കാണാം. ആ മുകളിൽ പോകാനുണ്ട്. നമ്മളെ കണ്ണാടി മതിലുള്ള റോഡുണ്ട്. അപ്പോൾ ആ ക്ഷേത്രത്തിൽ ബസ് നിർത്തി അർച്ചനയൊക്കെ കൊടുത്തിട്ടാണ് നമ്മളെ ഡ്രൈവറും കിളിയും
ഓടി വന്നത്. ഇവിടെ എല്ലാവരും വഴിപാടായിട്ട് കണ്ണാടിയാണ് വാങ്ങിച്ചു വയ്ക്കുന്നത്. പണ്ട് മുതലേ ഉള്ള ക്ഷേത്രമാണ്. ഇതാണ് നമ്മളെ വണ്ടിയിലെ കിളി. വണ്ടിയുടെ ഇടയിൽ പോയി ചാടുകയായിരുന്നു. ഇവിടുത്തെ മതിൽ മൊത്തം ഒരാൾക്കാർ അർച്ചനയായിട്ട് വഴിപാടായിട്ടുമൊക്കെ ചെയ്യുന്ന കണ്ണാടിയാണ്. ഇവിടെ ഒരിടത്ത് കൊണ്ട് വണ്ടി നിർത്തി രണ്ടുപേരെ ഇറക്കാനുണ്ടായിരുന്നു. ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. എല്ലാവരും വണ്ടിയിൽ നിന്നൊക്കെ ഒന്ന് ഇറങ്ങി വിശ്രമത്തിനായി നിർത്തി. നമ്മളെ ബസ് ഇവിടെ നിന്ന് 3ാമത്തെ ബസ്സാണ്. എല്ലാവരും ഇറങ്ങി നിൽക്കുകയാണ് കയറാതെ. സുർഗോഷി നദി ഇങ്ങനെ വളരെ വിശാലമായി കാണാം. നമ്മൾ യാത്ര തുടങ്ങി പകുതിയായപ്പോഴേ നദി അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട് പോവുകയാണ്. ഓരോ മലകൾ കയറുമ്പോഴും ഒക്കെ നദിയെ നമുക്ക് കാണാൻ കഴിയും. വളരെ വിശാലമായൊരു നദി. അതിൻ്റെ സൈഡിലൂടെയുള്ള യാത്ര അതിനെക്കാട്ടിയും വളരെ മനോഹരമാണ്. ഈ ഗ്ലാസ് തുറന്ന് ഞാൻ കൈ വെളിയിലിട്ട് എടുത്ത വീഡിയോ ആണിത്. ഇപ്പോഴാണ് കുറച്ചുകൂടെ നമ്മൾ നദിയോട് ചേർന്ന് പോകുന്നത് കാണാൻ കഴിയുന്നത്. ഇവിടെ നിന്നൊക്കെ മണ്ണിടിഞ്ഞ് നദിയിലോട്ട് പോയിരിക്കുകയാണ്. ഇവിടെ കുറേ ഷൂട്ടിങ്ങിൻ്റെ ആൾക്കാരൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. ക്യാമറയൊക്കെ അങ്ങ് മുകളിലൊക്കെ വെച്ച് എല്ലാവരും ഷൂട്ടിങ് കാണാൻ. കുറച്ച് ആൾക്കാർ ആ കടയുടെ സൈഡിലൊക്കെ ആയിട്ട് ഒരാഘോഷമായിട്ട് അവിടെ കുറേ ആൾക്കാർ നമ്മളെ കിളിയും തലയൊക്കെ ഇട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. പഴയകാല മൺവീടുകൾ, 2 നിലയിലെ മൺവീടുകളൊക്കെ കടന്നുപോയി. നമ്മൾ ഒരിടത്ത് വണ്ടി നിർത്തി കുറേ ലോഡ് കയറ്റി. തക്കാളി, സല്ലേരിയിലോട്ട് കൊണ്ടുപോകേണ്ട സാധനങ്ങളൊക്കെ കുറേ ബാക്ക് സീറ്റിൽ അടുക്കി വയ്ക്കുന്നുണ്ട്. കുറച്ച് പേരേ ഉള്ളൂ സല്ലേരിയിലോട്ട് ഇറങ്ങാൻ. ആ റോഡ്, നമ്മൾ വന്ന റോഡ് അതാ കാണുന്നുണ്ട്. നദി നമ്മളെ വിടാതെ ഇങ്ങനെ നമ്മളെ കൂടെ തന്നെ ഉണ്ട്. നമുക്ക് പോകേണ്ട റോഡ് അങ്ങ് മുകളിൽ കാണാം. അതാ വണ്ടിയൊക്കെ പോകുന്നുണ്ട് നമുക്ക് പോകേണ്ടടുത്ത്.
ഇവിടെ വരുമ്പോൾ നദിയിലൊക്കെ വെള്ളം കുറവായിട്ടാണ് കാണുന്നത്. നമ്മൾ കയറി നല്ല ഉയരത്തിലായി. വലിയ കൊക്കയായിട്ടാണ് ഇപ്പോൾ താഴെ നദി കാണുന്നത്. ഇനിയും മുകളിൽ കയറാൻ മിക്കവാറും കാണും. മുകളിലോട്ടുള്ള യാത്രയിലാണ്. ഇവിടെ നിന്ന് ബസ്സിൽ നിന്ന് ആരോ ഇറങ്ങാനുണ്ട്. അങ്ങനെ രണ്ടുപേരെ ബസ്സിൽ നിന്ന് ഇറക്കി വീണ്ടും ബസ് യാത്ര തുടങ്ങി. ബജാജിൻ്റെ സർവീസ് സെൻറ്ററും 2 ബൈക്ക് ഡിസ്പ്ലേയും വെച്ചിട്ടുള്ള ഒരു സെൻറ്ററാണ്. നമ്മുടെ നാട്ടിലെ പോലെ ഒരുപാട് ബൈക്കൊന്നും വെച്ചിട്ടില്ല. വെറും 2 ബൈക്ക് ഡിസ്പ്ലേ വെച്ചിട്ടുള്ളൂ. ബജാജിൻ്റെ സർവീസ് സെൻറ്റർ ഷോറൂമും. ഇവിടെ ആയപ്പോൾ ബസ് അങ്ങോട്ട് ആടി ഒലയുന്നുണ്ട്. ബസ് കയറി പോകാനൊക്കെ ഭയങ്കര പാട്. ഒരു നല്ലൊരു ചെറിയ ഏരിയയാണ്. ഒരു പഴയ കടകളും ഒക്കെ കാണാം സൈഡിൽ. കുരുവി എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ ഇറങ്ങി. ഇതെല്ലാം സല്ലേരിയിൽ നിന്ന് കാഠ്മണ്ഡുവിലോട്ട് പോകുന്ന ജീപ്പുകളാണ്. ചെറിയ ഓട്ടോറിക്ഷയൊക്കെ ഉണ്ട്. ഈ മലയിലാണെങ്കിൽ ഓട്ടോറിക്ഷയൊക്കെ ഇങ്ങനെ ഉണ്ട്. ഇവിടെ വരുമ്പോൾ നദിയുടെ നടുക്കൊരു വലിയ പാലം കാണാം. അപ്പോൾ ആ പാലം എല്ലാം കടന്ന് നമുക്ക് പോകാനുള്ളതാണ്. പാലം കടന്ന് നമ്മളിങ്ങനെ വന്ന് നിർത്തിയപ്പോൾ വഴിയോര കച്ചവടമാണ്. ഓറഞ്ച്, ഉരുളക്കിഴങ്ങ്, പിന്നെ കുറേ ഈ പയർ വർഗ്ഗങ്ങൾ, വിത്ത് പോലത്തെ ഇതും ഒക്കെ ആയിട്ട്, പഴമൊക്കെ ആയിട്ട്. പക്ഷെ നമ്മളെ വണ്ടി നിർത്തി ഒന്നും വാങ്ങാൻ പറ്റിയില്ല. ഓറഞ്ചൊക്കെ വാങ്ങണമെന്നുണ്ടായിരുന്നു. നല്ല മധുരമുള്ള ഓറഞ്ചാണ്. ഇടയ്ക്ക് കഴിച്ചു നോക്കി. രാവിലെ കാപ്പി കുടിക്കാൻ നിന്നപ്പോൾ ഒരു ഓറഞ്ച് വാങ്ങി കഴിച്ചു നോക്കി. നല്ല മധുരമുള്ള ഓറഞ്ചായിരുന്നു. രണ്ടാമത് എവിടെ നിന്നെങ്കിലുമൊക്കെ വാങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷെ എവിടെയും വണ്ടി നിർത്തിയില്ല. ഓറഞ്ചുള്ള സ്ഥലങ്ങളിലൊന്നും വണ്ടി നിർത്തിയില്ല. TVSൻ്റെ ഷോറൂം. TVSന് കുറച്ചുകൂടെ വണ്ടി ഉണ്ടെന്ന് തോന്നുന്നു അവിടെ.
നമ്മൾ ആദ്യമായിട്ടൊരു വലിയ പെട്രോൾ പമ്പ് കണ്ടു. ബാക്കി എല്ലായിടത്തും ഒരു ചെറിയ പെട്രോൾ പമ്പും കാര്യങ്ങളാണ്. ഇപ്പോഴാണ് ഒരു വലിയ പെട്രോൾ പമ്പ് കാണാൻ കഴിഞ്ഞത്. നല്ല ഗ്രാമീണ വീടും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട് നമ്മളെ യാത്ര സല്ലേരിയിലോട്ട്. ഈ മല കയറി ചെല്ലുമ്പോൾ നമുക്ക് സല്ലേരി എത്തും. നമ്മൾ വന്ന റോഡ് അങ്ങ് പാമ്പ് വളഞ്ഞിടക്കും പോലെ കാണാം. ഏകദേശം നമ്മൾ മലയുടെ ഏറ്റവും മുകളിലായിട്ടുണ്ട്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം സല്ലേരി എത്താറായി. ഒരു ട്രാക്ടർ വന്നതുകൊണ്ട് നമ്മളെ വണ്ടി പോകാൻ ഇച്ചിരി പാടാണ്. അതെല്ലാം നോക്കി എടുത്തു. നാളെ ഇവിടെ നിന്നാണ് നമുക്ക് ജീപ്പുള്ളത്. നമ്മൾ താമസിക്കുന്നിടത്ത് ഒന്നും ഇവിടെ വരണം, അല്ലെങ്കിൽ ജീപ്പ് അങ്ങോട്ട് വരുമായിരിക്കും. ഇവിടെ നിന്നാണ് നമുക്ക് സിമ വിളിച്ചിട്ട് ഡംഡാടയിലോട്ട് പോകേണ്ടത്. സല്ലേരിയിൽ നിന്ന് ഡംഡാടയിലോട്ടാണ് നാളത്തെ യാത്ര. നല്ല നല്ല ഗസ്റ്റ് ഹൗസ് ഒക്കെ കാണാം. സോളാർ പാനലൊക്കെ ഇങ്ങനെ വഴിയിലേക്ക് ചാർജ് ചെയ്യാനത്. അങ്ങനെ ഏകദേശം 6 മണിയായപ്പോൾ സല്ലേരിയിലെത്തി. ഒരു വലിയ യാത്രയായിരുന്നു. നല്ല മോശം റോഡും നല്ല കാഴ്ചകളും ഒക്കെ ഉള്ള നല്ലൊരു യാത്രയായിരുന്നു. ഇവിടെ ഒരു ചെറിയൊരു ഹോട്ടലിൽ റൂമെടുത്തു. ഇവിടെ 250 രൂപയാണ് റൂമിന്. അപ്പോൾ ഇവിടെ നിന്നാണ് നാളത്തെ യാത്ര. ഇതാണ് ആ ഹോട്ടൽ. രണ്ടാമത്തെ നിലയിലാണ്. വലിഞ്ഞു കയറാൻ നല്ല പാടുണ്ടായിരുന്നു. ഇവിടുന്ന് പുറത്തോട്ടുള്ള കാഴ്ച ഇതാണ്. ഒരു പാത്രം കഴുകുന്നൊക്കെ സ്ഥലം ഇങ്ങനെയാണ്. താഴെ എല്ലാം കൃഷി സ്ഥലങ്ങളാണ്. ആറ് മണിയായപ്പോൾ തന്നെ നല്ല തണുപ്പും ഒക്കെയാണ്. നമ്മൾ റൂം മുകളിലാണ്. രണ്ടാമത്തെ നിലയിലാണ് റൂം. നേരെ ഇവിടെയാണ് റൂം. അപ്പം ബാഗ് കൊണ്ടുവച്ചു. അങ്ങനെ നമ്മൾ സല്ലേരിയിലെത്തി. അപ്പോൾ സല്ലേരിയിലെ റൂം ഇതാണ്. അപ്പോൾ നാളെ നമ്മൾ ഇവിടെ നിന്ന് സല്ലേരിയിൽ നിന്ന് തണ്ടാടയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ രാവിലെ ഒരു 7:30-ക്കൊക്കെയാണ് ഇവിടെ നിന്ന് ജീപ്പുള്ളത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ കാണാം. എല്ലാവരും വീഡിയോയുടെ സപ്പോർട്ട് ചെയ്യും.